ആഗോള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും സങ്കീർണവും സമാധാനരഹിതവുമായ ഭൂപ്രദേശമാണ് പശ്ചിമേഷ്യ എന്ന് നമുക്കറിയാം. ദശാബ്ദങ്ങളായിട്ട് തുടരുന്ന പ്രാദേശിക തർക്കങ്ങളും യുദ്ധങ്ങളും ഈ മേഖലയെ എപ്പോഴും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെയാണ് നിർത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും തമ്മിൽ നടത്തുന്ന പരസ്യമായ വാക്പോര് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലെബനനിലും സിറിയയിലും ഇസ്രായേൽ നടത്തുന്ന മിലിറ്ററി അറ്റാക്കുകൾ തുർക്കിയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ട ഭീഷണിയാണ് എന്ന എർദോഗാന്റെ പ്രസ്താവനയും അതിന് നെതന്യാഹു നൽകിയ കടുത്ത മറുപടിയും കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല. ഇത് ശരിക്കും പശ്ചിമേഷ്യയിലെയും മെഡിറ്ററേനിയൻ മേഖലയിലെയും പുതിയ ശക്തി ബലങ്ങളുടെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ പുതിയ നയതന്ത്ര യുദ്ധത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. തന്റെ ഭരണകക്ഷിയായ AK പാർട്ടിയുടെ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുർക്കി പാർലമെന്റിൽ പ്രസിഡന്റ് എർദോഗാൻ നടത്തിയ പ്രസംഗമാണ് ഈ വിവാദങ്ങളുടെ ആധാരമെന്ന് പറയുന്നത്. ഇസ്രായേൽ തങ്ങളുടെ പരമ്പരാഗത അതിരുകൾ ലംഘിച്ച് ലെബനനിലേക്കും സിറിയയിലേക്കും നടത്തുന്ന വ്യോമാക്രമണങ്ങളും സൈനിക നീക്കങ്ങളും ഒരു പരിധി കഴിഞ്ഞിരിക്കുന്നു എന്ന് എർദോഗാൻ തുറന്നടിച്ചു. ലെബനന്റെയും സിറിയയുടെയും സുരക്ഷ എന്നത് തുർക്കിയുടെ സ്വന്തം സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും തുർക്കിക്ക് നേരെയുള്ള ഭീഷണിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേഖലയിലെ മുസ്ലിം രാജ്യങ്ങളുടെ സംരക്ഷകനായിട്ട് സ്വയം പ്രതിഷ്ഠിക്കാനുള്ള എർദോഗാന്റെ തന്ത്രപരമായ നീക്കമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. കേവലം അതിർത്തി തർക്കങ്ങൾക്കപ്പുറം വലിയൊരു ഗൂഢാലോചനയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് തുർക്കിയുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളെയും മെഡിറ്ററേനിയൻ മേഖലയും അസ്ഥിരതപ്പെടുത്താൻ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എർദോഗാൻ ആരോപിച്ചു. വംശീയമായി വിഭജിക്കപ്പെട്ട് കിടക്കുന്ന സൈപ്രസ് ദ്വീപിൽ ബോധപൂർവം സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇസ്രായേലിന്റെ ഈ നീക്കങ്ങളെ ബോട്ട് ഓഫ് മിസ്ചീഫ്, കുരുത്തക്കേടിന്റെ വഞ്ചി എന്നാണ് എർദോഗാൻ വിശേഷിപ്പിച്ചത്. കിഴക്കൻ മെഡിറ്ററേനിയയിൽ തുർക്കിയുടെയോ അല്ലെങ്കിൽ തുർക്കിഷ് സൈപ്രസുകാരുടെയോ അവകാശങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും രാജ്യം കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പും എർദോഗാൻ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾക്കെതിരെ ലോകശക്തികൾ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനമാണ് ഇസ്രായേലിന് കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള ധൈര്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തുർക്കി ഒരു വമ്പൻ നേറ്റോ സഖ്യകക്ഷി. എന്നിട്ടും പാശ്ചാത്യ ശക്തികളുടെ നയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് ഇസ്രായേൽ വിഷയത്തിൽ തുർക്കി സ്വീകരിക്കുന്നത്. ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളുടെ ഏറ്റവും വലിയ വിമർശകരാണ് അങ്കാറ, അതായത് തുർക്കി. ഇസ്രായേലുമായിട്ടുള്ള എല്ലാവിധ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളും തുർക്കി ഇതിനകം തന്നെ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിൽ ഇസ്രായേലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും തുർക്കിയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്ക് കാരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ പ്രകോപനങ്ങളാണ് എന്നാണ് തുർക്കിയുടെ ഔദ്യോഗിക നിലപാട്. മേഖലയിൽ ഒരു വലിയ പ്രാദേശിക യുദ്ധം ഉണ്ടാകുന്നത് തടയാൻ ഇസ്രായേലിനെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് ലോകത്തിന്റെ പൊതുവായ കടമയാണ് എന്ന് തുർക്കി വിശ്വസിക്കുന്നു. എന്നാൽ ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എർദോഗാൻ തന്റെ നല്ലൊരു സുഹൃത്താണ് എന്നും സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. എർദോഗാന്റെ ഈ കടുത്ത വിമർശനങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചത്. എർദോഗാനെ ഒരു ആന്റി സെമിറ്റിക് ഡിക്റ്റേറ്റർ, അതായത് യഹൂദ വിരുദ്ധ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന ആളാണ് തുർക്കി പ്രസിഡന്റ് എന്ന് ആഞ്ഞടിച്ചു. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയും രാഷ്ട്രീയ ശത്രുക്കളെ ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന എർദോഗാന് ഇസ്രായേലിനെ ധാർമ്മികത പഠിപ്പിക്കാൻ യാതൊരു അവകാശവുമില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. കുർദ് വംശജർക്കെതിരെ തുർക്കി നടത്തുന്ന സൈനിക നടപടികളെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നെതന്യാഹു എർദോഗാന്റെ വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ശ്രമിച്ചത്. ഇസ്രായേലിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ആരുടെയും ഉപദേശം തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇറാന്റെയും അവരുടെ നിഴൽ സൈന്യങ്ങളുടെയും പ്രോക്സികളുടെയും ഭീഷണികളിൽ നിന്ന് രാജ്യത്തെയും പശ്ചിമേഷ്യയാകെയും സംരക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യവും ലോകത്തിലെ ഏറ്റവും മോറൽ ആർമിയായ IDFും തങ്ങളുടെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്കെതിരെയുള്ള പോരാട്ടം ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിൽ ഇടപെടാൻ തുർക്കി ശ്രമിച്ചാൽ അത് വകവെച്ച് കൊടുക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് നെതന്യാഹു നൽകുന്നത്. നെതന്യാഹുവും എർദോഗാനും തമ്മിലുള്ള ഈ പരസ്യമായ ഏറ്റുമുട്ടൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര തർക്കമല്ല. അത് പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സഖ്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. തുർക്കി ഒരു നേറ്റോ അംഗമായതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷാ ആശങ്കകളെ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ അതേസമയം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രക്ഷാധികാരി അമേരിക്കയുമാണ്. ഈ സാഹചര്യത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് അമേരിക്കയെ വലിയൊരു പ്രതിസന്ധിയിലാക്കും.
മെഡിറ്ററേനിയൻ കടലിലെ നാച്ചുറൽ ഗ്യാസ് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളും സൈപ്രസ് വിഷയവും ഇതിനോടകം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇസ്രായേൽ തുർക്കി ശത്രുത കൂടി കൂടിച്ചേരുമ്പോൾ ആഗോള ഇന്ധന വിപണിയെയും അത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഈ നേതാക്കളുടെ കടുത്ത നിലപാടുകൾ വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ചർച്ചകളിലൂടെയോ നയതന്ത്ര നീക്കങ്ങളിലൂടെയോ പരിഹരിക്കാൻ കഴിയാത്ത വിധം ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ കർശനമാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് തുർക്കി ഇതിനെ പ്രാദേശിക അധിനിവേശമായിട്ട് ചിത്രീകരിച്ച് മുസ്ലിം ലോകത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ രണ്ട് തീവ്ര നിലപാടുകൾക്കിടയിൽപ്പെട്ട് പോകുന്നത് സിറിയയിലെയും ലെബനിലെയും ഗാസയിലെയും സാധാരണക്കാരായ മനുഷ്യരാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ വൻ ശക്തികളുടെ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ വന്യമായ രൂപത്തിലേക്ക് മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ. ഈ വാക്കുകളുടെ യുദ്ധം പ്രവൃത്തിയിലേക്ക് കടന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന വിനാശം പ്രവചനാതീതമായിരിക്കും.